നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇറാനിലെ പ്രക്ഷോഭവും അത് മുതലെടുക്കാനായുള്ള ട്രംപിന്റെ ഇടപെടലുകളുമാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കൽ നയവുമായാണ് ട്രംപ് ഇറാനിലെത്തിയിരിക്കുന്നത്. തികച്ചും സമാധാനപരമായി പോയ പ്രക്ഷോഭത്തെ ഇത്രയും വഷളാക്കിയത് ട്രംപാണ്. ട്രംപിന്റെ ആവശ്യമില്ലാത്ത ഇടപെടലിൽ ആകെ ഇപ്പോ വെട്ടിലായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് ശക്തമായ താക്കീതുമായാണ് ഇറാൻ എത്തിയിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ തിരിച്ച് ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇതോടെ ഗൾഫ് മേഖലയിൽ ആശങ്ക ആകെ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പശ്ചിമ ഏഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിൽ നിന്നും ചില ഉദ്യോഗസ്ഥരോട് ബുധനാഴ്ച വൈകുന്നേരത്തോടെ ഒഴിഞ്ഞു പോകാൻ അമേരിക്കൻ സൈന്യം നിർദ്ദേശിച്ചിരുന്നു. അതായത് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ രക്ഷ നേടണം എന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായാണ് ഈ ഒഴിഞ്ഞുപോക്കൽ നിർദ്ദേശം. എന്തായാലും സൈനികമായി ഇടപെടുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് എത്തിയിരുന്നു. ഇതിന് മറുപടിയായാണ് തങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ ആക്രമണമുണ്ടായാൽ ഖത്തർ, സൗദി അറേബ്യ, UAE, തുർക്കി എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നത്.